ആഗസ്റ്റ് 19 ആരംഭിച്ച ഈ വർഷത്തെ ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ന് നടക്കുന്ന ഫൈനലോടെ തിരശീല വീഴുകയാണ്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകളായ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലാണ് കലാശ പോരാട്ടം. 2:30 ദുബായിൽ മത്സരത്തിന്റെ ആദ്യ പന്തെറിയും. മികച്ച ഫോമിലുള്ള ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പോരാട്ടം തീപാറും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം നടന്ന അതേ പിച്ചിലാണ് ഫൈനൽ മത്സരവും നടക്കുന്നത്. സ്പിന്നിനെ മികച്ച രീതിയിൽ പിന്തുണയ്ക്കുന്ന പിച്ചാണിത്. പാകിസ്ഥാനെതിരായ കളിയിൽ 5 വിക്കറ്റുകളാണ് ഇന്ത്യൻ സ്പിന്നർമാർ വീഴ്ത്തിയത്. ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ ബാറ്റ് ചെയ്യാൻ പാകിസ്ഥാൻ ബാറ്റർമാർ ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു. ഫൈനൽ മത്സരത്തിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതേവരെയുള്ള സ്വഭാവം പിച്ച് തുടരുമെന്നാണ് ഇന്ത്യൻ ഉപനായകൻ ശുഭ്മാൻ ഗിൽ വ്യക്തമാക്കിയത്. പിച്ച് വ്യത്യസ്തമായി പെരുമാറില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും ടൂർണമെന്റിൽ ഇതുവരെ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയായിരിക്കും ഫൈനലിലും പിച്ചിന്റെ സ്വഭാവമെന്നും കൂട്ടിച്ചേർത്തിരുന്നു. ശുഭ്മാൻ ഗില്ലിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം സെമി ഫൈനലിലേതുപോലെ 4 സ്പിന്നർമാരുമായി കളിക്കുന്ന തന്ത്രമായിരിക്കും ഫൈനലിലും ഇന്ത്യ ഉപയോഗിക്കുക. ഓസ്ട്രേലിയക്കെതിരായ സെമിയിൽ വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ എന്നിവരായിരുന്നു ഇന്ത്യയുടെ സ്പിൻ നിരയിൽ അണിനിരുന്നത്. ഇവർ ഫൈനലിലും ഇറങ്ങും. നേരത്തെ ന്യൂസിലൻഡിനെതിരെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിലും 4 സ്പിന്നർമാരെന്ന തന്ത്രവുമായിട്ടാണ് ഇന്ത്യ കളിച്ചത്. 9 വിക്കറ്റുകളാണ് അന്ന് സ്പിന്നർമാർ ഇന്ത്യക്കായി വീഴ്ത്തിയത്. ഒരിക്കൽ കൂടി കിവീസിനെതിരെ 4 സ്പിന്നർമാരെന്ന തന്ത്രം വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ടീം ഇന്ത്യ. വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യൻ സ്പിന്നർമാരിൽ ഏറ്റവും ഫോമിലുള്ള താരം. 2 മത്സരങ്ങൾ മാത്രം കളിച്ച അദ്ദേഹം 7 വിക്കറ്റുകൾ വീഴ്ത്തി കഴിഞ്ഞു. അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് എന്നിവർ 5 വിക്കറ്റുകൾ വീതവും ജഡേജ 4 വിക്കറ്റുകളുമാണ് ടൂർണമെന്റിൽ നേടിയത്. ആകെ 10 പിച്ചുകളാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലുള്ളത്. ഓസ്ട്രേലിയക്കാരനായ മാത്യു സാൻഡ്രയാണ് ഇവിടുത്തെ ക്യൂറേറ്റർ. സ്റ്റേഡിയത്തിലെ എല്ലാ പിച്ചുകളും ഏകദേശം സമാന സ്വഭാവത്തിലുള്ളതാണ്. വേഗത കുറഞ്ഞ ഇവിടുത്തെ പിച്ചുകൾ സ്പിന്നർമാരെയാണ് കൂടുതൽ സഹായിക്കാറുള്ളത്. ചാമ്പ്യൻസ് ട്രോഫിയിലാകട്ടെ ഇവിടെ നടന്ന 4 മത്സരങ്ങളിലും 4 വ്യത്യസ്ത പിച്ചുകളാണ് ഉപയോഗിച്ചത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ദുബായിൽ നടന്ന മത്സരങ്ങളിലെല്ലാം ബൗളർമാർക്കാണ് ബാറ്റർമാരെക്കാൾ മുൻതൂക്കം ലഭിച്ചതും. ടൂർണമെന്റിലെ ആദ്യ 4 കളികളിൽ ദുബായിലെ ശരാശരി ആദ്യ ഇന്നിംഗ്സ് സ്കോർ 246 ആണ്. സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ നേടിയത് 264 റൺസാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇവിടുത്തെ ഉയർന്ന ആദ്യ ഇന്നിംഗ്സ് സ്കോർ. എന്നാൽ ഇന്ത്യ 49ാമത് ഓവറിൽ ഈ സ്കോർ മറികടന്ന് വിജയം നേടിയിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനിൽ നടന്ന 10 മത്സരങ്ങളിൽ ശരാശരി ടീം സ്കോർ 296 ആണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഇന്ത്യ സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ തകർത്താണ് ഫൈനലിൽ കടന്നത്. ന്യൂസിലൻഡ് ആകട്ടെ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരായി സെമിയിലെത്തുകയും അവിടെ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തി ഫൈനലിന് യോഗ്യത നേടുകയുമായിരുന്നു. ശക്തരായ 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആവേശ പോരാട്ടത്തിൽ കുറഞ്ഞതൊന്നും ക്രിക്കറ്റ് ലോകം പ്രതീക്ഷിക്കുന്നില്ല. മത്സരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയാകുന്നത്.